ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ ഹെയർ ബാൻഡിൻ്റെ പുതിയൊരു കിറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള 4 ഹെയർ ബാൻഡ്സിൻ്റെ മെറ്റീരിയൽസും പുതിയൊരു ഹെയർ ബാൻഡും കൂടെ ചേർത്ത് 5 ഹെയർ ബാൻഡ്സിൻ്റെ മെറ്റീരിയലിനാണ് ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5 ഹെയർ ബാൻഡ്സിനുള്ള മെറ്റീരിയൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 5 ഹെയർ ബാൻഡ്സും നല്ല എന്താ പറയുക, നല്ല ഹൈ റേഞ്ചിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഹൈ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ബാൻഡ്സ് ആണ്. നല്ല എന്താ പറയുക, നമുക്കൊരു റിച്ച് ലുക്ക് തരുന്ന, അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹെയർ ബാൻഡ്സ് ആണ് ഈ 5 എണ്ണവും. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമുക്കത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്നും എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് 5 മെറ്റൽ ഹെയർ ബാൻഡ്സ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലേസ് ഉണ്ടല്ലോ, ഈ ലേസാണ് കേട്ടോ പിന്നീട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനുള്ള ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റോൺ ഷീറ്റാണ്. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ ഷീറ്റ്, അതിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈസ് ആണ്. നമ്മൾ ആ ഹാഫ് ബീഡും ബട്ടർഫ്ലൈസും മാത്രം വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ 5 ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള 5 ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയറായിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ 5 കളേഴ്സാണുള്ളത്. അടുത്ത ഐറ്റം നമ്മുടെ ഈ കുട്ടി കുട്ടി ബട്ടർഫ്ലൈസ് ആണ്. ഇത് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന 2ാമത്തെ ഐറ്റമാണിത്. അതായത് നമ്മൾ 3 ഹെയർ ബാൻഡിൽ ഈ ഒരു ബട്ടർഫ്ലൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ലേസ് യൂസ് ചെയ്തിരിക്കുന്ന ഹെയർ ബാൻഡിൽ നമ്മൾ ടിയാര ഫ്ലവർ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ടിയാര ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് വൈറ്റ് ഹാഫ് ബീഡ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഹാഫ് ബീഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ 3mm വൈറ്റ് ബീഡ് നമ്മൾ ആ ലേസിൻ്റെ ഹെയർ ബാൻഡിൽ വൈറ്റ് ടിയാര ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത് എന്താണ് 3mm വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബീഡ്സൊക്കെ വെക്കുന്നത് കുറച്ചൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ കളറിലെ ബോൾസാണ് കേട്ടോ. അതും നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ലേസിൻ്റെ ഹെയർ ബാൻഡിൽ തന്നെയാണ്. പിന്നെ ഈ കിറ്റിലുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ വൈറ്റ് കളറിലെ സ്റ്റോൺസ് ആണ് കേട്ടോ. അത് നമ്മളൊരു ഹെയർ ബാൻഡിൽ ബട്ടർഫ്ലൈസും ഹാഫ് ബീഡ്സും ഇതുപോലുള്ള സ്റ്റോൺസും മാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല എലഗൻ്റാണ് അത് കാണാൻ. അതുപോലെ തന്നെ നല്ലൊരു റിച്ച് ലുക്കും ഉണ്ട്. നല്ലൊരു ക്ലാസ് ലുക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുട്ടികളൊക്കെ തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ല ഷൈനിങ് ആണ്. ഈ ഒരു സ്റ്റോണിൻ്റെ പ്രത്യേകതയാണത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോൺ ചെയിൻ ആണ്. സ്റ്റോൺ ചെയിൻ നമ്മൾ 2 ഹെയർ ബാൻഡ്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ലേസിൻ്റെ ഹെയർ ബാൻഡിൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാഫ് ബീഡും ഈ ഒരു സ്റ്റോൺ ചെയിനും മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹെയർ ബാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ഹെയർ ബാൻഡിനും വേണ്ടിയിട്ട് നമ്മൾ 1 മീറ്ററാണ് വയ്ക്കുന്നുണ്ടാവുക കേട്ടോ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റമാണ് എൻഡ് ടേപ്പ്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമ്മുടെ ആ ഒരു ലേസ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡിൽ നമ്മൾ താഴെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് ടേപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 199 ആണ്. അതായത് 199 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അല്ല. ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഇത്രയും ഐറ്റംസ് ചെയ്യാനുള്ള, അതായത് ഈ 5 ഹെയർ ബാൻഡ്സ് ചെയ്യാനുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 199 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോൾ ചിലരെങ്കിലും 199 രൂപയാവും ഇത്ര ഐറ്റംസിനെന്ന്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ വൈറ്റ് ചെറിയ സ്റ്റോണ്, അതുപോലെ ബട്ടർഫ്ലൈസ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ 1 മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രൊഡക്ട്സും നല്ല റിച്ച് ലുക്ക് തരുന്ന, നല്ല ഹൈ എൻഡിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. മിനിമം ഒരു 60 രൂപയ്ക്കെങ്കിലും നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കുറഞ്ഞ് നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ഇത്രയും നല്ല ഒരു
എന്താ പറയുക, നല്ല പാർട്ടി വെയർ ഐറ്റംസിനൊക്കെ 60 രൂപയ്ക്ക് പോലും കിട്ടലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ മിനിമം 60 വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ 5 ഹെയർ ബാൻഡ്സ് ആണ് ഈ ഒരു കിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ 60 രൂപ മിനിമം കൂട്ടിയാലും 300 രൂപ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 100 രൂപ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ കഴിവനുസരിച്ച്, സെയിൽ ചെയ്യാനുള്ള, മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ച്, അതുപോലെ നിങ്ങളുടെ ഏരിയ അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് റേറ്റ് എത്ര വേണമെങ്കിലും കൂടുതലായിട്ട് വാങ്ങിക്കാം. അതൊക്കെ ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാരനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരുടെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മിനിമം 60 എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ പോലും ആ രീതിയിൽ ആലോചിച്ചാലും ഇത് ലാഭം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ്, അതായത് 199 രൂപയാണ് നമ്മുടെ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള കോസ്റ്റ്. അതിനെ ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെയർ ബാൻഡിന് ഏതാണ്ട് ഒരു 40 രൂപയോളം മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. നമുക്ക് 40 രൂപ കോസ്റ്റിൽ ഇതുപോലുള്ള ഒരു ഹെയർ ബാൻഡ് പോലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഇത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് മെറ്റീരിയൽസ് ഒരുപാടൊന്നും നമുക്ക് കിറ്റുകൾ കൊടുക്കാനുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും, അതായത് ആവശ്യമുണ്ട് എന്നുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമായിരുന്നു, കിട്ടിയില്ല എന്നുള്ളത് നമുക്കും വിഷമമാണ്, നിങ്ങൾക്കും വിഷമമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്. അപ്പോൾ കിറ്റ് വേണമെന്നുള്ള ആളുകൾ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.